യേശുവിന് സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം തിരുപ്പിറവി ആഘോഷിക്കുകയാണ്. 25 ദിവസത്തെ ഒരുക്കത്തിനും പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ശേഷം നാം ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ യേശുവിന്റെ ജനനത്തിന് നാൾ ആഘോഷിക്കുന്നു. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. സർവശക്തനായ ദൈവം, അദൃശ്യനും അരൂപിയുമായ ദൈവം, സൃഷ്ടിക്കപ്പെടാത്തവനും എല്ലാറ്റിന്റെയും സൃഷ്ടാവുമായ ദൈവം ഒരു സാധാരണ മനുഷ്യന്റെ രൂപത്തിൽ ഈ ഭൂമിയിൽ ജനിച്ചു എന്നതാണ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സംഭവം. അതുകൊണ്ട് തന്നെയാണ് യേശുവിന്റെ ജനനം ലോക ചരിത്രത്തെ ക്രിസ്തുവിന് മുൻപ് എന്നും ക്രിസ്തു വർഷമെന്നും വിഭജിച്ചതും. ഇന്ന് ഈ തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ ആ യേശു നമുക്ക് തന്ന രക്ഷ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണം. യേശുവിന്റെ രക്ഷ നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത്. ഒന്നാമതായി, യേശുവിനെ നമ്മൾ അംഗീകരിക്കണം, വിശ്വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1-12 പറയുന്നു, അവനിൽ വിശ്വസിച്ചവർക്ക് അവൻ ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. രണ്ടാമതായി, യേശുവിന്റെ പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിക്കണം. യേശു എന്ന നാമം രക്ഷ നൽകുന്ന നാമമാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ആ രക്ഷ സ്വന്തമാക്കാൻ സാധിക്കും. മൂന്നാമതായിട്ട്, സുവിശേഷത്തിലൂടെ, ദൈവവചനത്തിലൂടെ രക്ഷ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് 1-16 നാം ഇപ്രകാരം വായിക്കുന്നു, ഞാൻ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്നില്ല, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ട് ഈ തിരുപ്പിറവിയുടെ അവസരത്തിൽ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചും യേശുവിൽ വിശ്വസിച്ചും യേശുവിന്റെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചും യേശുവിന്റെ വാക്കുകൾ ശ്രവിച്ചും യേശു നമുക്ക് നൽകി രക്ഷ സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഈ ക്രിസ്മസ് അർത്ഥപൂർണമായി ആഘോഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.